ഗായ്സ്, എല്ലാവരും ഓണം അടിച്ചു വിളിക്കുന്നതിൻ്റെ തിരക്കിലാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ വിത്ത് ഫ്രണ്ട്സ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ഓണം ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം പേളിയുണ്ട്, ഞാനുണ്ട്, നിതിൻ ചൂസ് ഉണ്ട്, ബിനീഷ് ഉണ്ട്, ഫെജോ ഉണ്ട്, പിന്നെ നമ്മുടെ ബേബി ഇയാനും ഉണ്ട്. വടകരയാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ. ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഫ്ലവർ വെക്കേണ്ടതുകൊണ്ട് ഫ്ലവർ വെച്ചതിന് ശേഷം ഹെയർ സെറ്റ് ചെയ്യാമെന്ന് കരുതി പേളി ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. വരുന്ന വഴിക്ക് നമ്മളൊരു ഫ്ലവർ ഷോപ്പിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് എൻ്റെ ഡ്രസ്സിനനുസരിച്ചുള്ളൊരു ഫ്ലവറും വാങ്ങിയിട്ട് ഞാൻ വണ്ടിയിലിരുന്നിട്ട് അത് കോർത്തെടുത്തതാണ്. ഞാൻ നൂലും സൂചിയൊക്കെ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മുല്ലപ്പൂ വേണ്ട, എൻ്റെ ഡ്രസ്സിൻ്റെ കളർ മതിയെന്ന് വിചാരിച്ചത് കൊണ്ട് എനിക്കറിയായിരുന്നു എന്തായാലും സൂചിൻ്റെ നൂലിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ബിനീഷ് കാര്യമായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിരുന്നിട്ട് പേളി കാര്യമായ ശ്രദ്ധയോടുകൂടി ഡ്രൈവാണ്. ഞാനാണെങ്കിൽ കാര്യമായിട്ട് എൻ്റെ ഫ്ലവർ കോർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വടകര ടൗണിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ ഫോണ് ഫ്ലവർ ഷോപ്പിൽ വെച്ച് മറന്നുപോയി. നമ്മൾ തിരിച്ച് പോയിട്ട് അത് എടുത്തിട്ടാണ് രണ്ടാമത് വരുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ സാൻഡ് ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളെ ഷൂട്ട്. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറ് ഫ്ലവർ വാങ്ങിയിട്ട് ഞാൻ തന്നെ വണ്ടിയിലിരുന്ന് ചെയ്തതാണ്. ഇനി ഇത് ഹെയർ എനിക്ക് സെറ്റ് ചെയ്യണം. ഹെയർ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം തന്നെ പോയത് സാൻഡ് ബാങ്കിലോട്ടായിരുന്നു. അവിടെ ടിക്കറ്റ് 10 രൂപയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നുകൊണ്ട് 500 രൂപ വേണമെന്ന് പറഞ്ഞു. അത് വൻ നഷ്ടമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ കരുതി എന്നാൽ അവിടെ നിന്ന് എടുക്കാം. ചൂസും ഫെജോയും നോർമൽ ഡ്രസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അവിടെ വെച്ചിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു, അതായത് മുണ്ടും ഷർട്ടും. ജ്യൂസ് പരസ്യമായി വസ്ത്രാക്ഷേപം. പിന്നെ ഗൈസ്, എൻ്റെ വള കണ്ടോ? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒറ്റ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വള ഉണ്ടാക്കുന്നതിൻ്റെ. ഞാൻ ഇങ്ങോട്ട് നോക്ക്, ഹായ് പറ, ഹായ് പറ, ഇങ്ങോട്ട് നോക്ക്. നിതിൻ ചൂസ് ആൻഡ് അപ്പോൾ പിന്നെ ഇനി എവിടുന്ന് നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നിക്ക് സർഗാലയ അല്ലെങ്കിൽ നമുക്ക് മിനി ഗോവ പോകാമെന്ന്. സർഗാലയ പോയി അവിടെ എന്തോ ഫെസ്റ്റ് നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കരുതി മിനി ഗോവയിലേക്ക് തന്നെ പോകാമെന്ന്. അതിൻ്റെ ഇടയിൽ അതുവരെ സൈലൻ്റായ ഇയാനു ലോക കരച്ചിലും ബഹളോ. കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെയാണ് ഓടിയത്. ആൾ ഫുഡൊന്നും കഴിക്കാനായിട്ട് വിശന്നിട്ട് കരയാണ്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലൊരു കടയിൽ നിർത്തിയിട്ട് ബിസ്ക്കറ്റും കുറച്ച് പിന്നെ ഫ്രൂട്ട്സും കാര്യമൊക്കെ വാങ്ങി. അങ്ങനെ മിനി ഗോവ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ, നല്ല തണലൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇവിടെ നിന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ നിർത്തി. അപ്പോൾ നമ്മൾ ആദ്യം ഇയാനുവിൻ്റെ ഷോട്ട് എടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഉറങ്ങിക്കളയും, അല്ലെങ്കിൽ എന്തെങ്കിലും വികൃതിക്കൊട്ട കളി കളിച്ച് സീനാക്കി കളയും. മൂപ്പര് ഷോട്ട്സ് എടുക്കലാണ് ഏറ്റവും ടാസ്ക് പരിപാടി. മൂപ്പരെ ചിരിപ്പിക്കണം, കരയാതെ നോക്കണം, ഒക്കെ ചെയ്യണം. എന്നിട്ട് വേണം ഞങ്ങളുടെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് പാടി എന്ന് പറയുമ്പോൾ മൂപ്പര് അങ്ങോട്ടേക്കാണ് ഓടുന്നത്. പാവൻ ചെക്കൻ, പാവൻ ചെക്കൻ, ചെക്കൻ ഫുൾ കലിപ്പിലായി ഗൈസ്. ചെക്കൻ ഫുൾ കലിപ്പിലായി ഗൈസ്. ഇതാ ചെക്കൻ്റെ അമ്മ അവിടെ ഫോട്ടോഷൂട്ടിലാണ്. ചെക്കൻ്റെ അമ്മ ഫോട്ടോഷൂട്ടിൽ ചെക്കനെ കൂട്ടാണ്ട് പോയി ഗൈസ്. ഇതാ ചെക്കൻ ഒരേ കരച്ചിൽ. ഇതാ ഒരു പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ, എല്ലാം കൊണ്ടും പ്രകൃതി സ്നേഹി. അപ്പുറം ഫോട്ടോ എടുക്കാം. ഇതാ കുഞ്ഞിനെ കളിപ്പിച്ച് എറ്റേ ചന്ദ്രൻ. ഇതാ ബിനീഷ് മോൻ ഫോട്ടോഗ്രാഫി. മിസ്റ്റർ നിതിൻ ചൂസ്. പേളീൻ്റെ ഇയാനുവിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ബിനീഷിൻ്റെ ഫോട്ടോ എടുത്തു കൊടുത്തു ചാച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കപ്പിൾ ഷൂട്ടാണ്. അതിൻ്റെ ഇടയിൽ ഇയാനുണ്ട് ഇങ്ങനെ വന്ന് അതിൻ്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലായിരുന്നു നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ. എല്ലാവരുടെയും ലവും സപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം നേടാൻ കഴിഞ്ഞത്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. എനിവേ, താങ്ക് യു ഓൾ. നിനക്കും വേണ്ട ഇതുപോലെ തോന്നില്ല?
അത് ലോറിയാ? ഇതുപോലത്തെ വേണ്ട. വെള്ളം താടാ, കുടിക്കാൻ താടാ. ഓരോരുത്തരും ഇരിക്കുന്നുണ്ട്. മുന്നിലെത്തിയാ പറയാ. അങ്ങനെ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിനി ഗോവയിലേക്ക് പോവുകയാണ്. മിനി ഗോവയിലേക്ക് അവിടുന്ന് 2 കിലോമീറ്റർ എങ്ങാനായിരുന്നു ഉള്ളൂ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്ന് നമ്മൾ അറ്റ് ലാസ്റ്റ് മിനി ഗോവ എത്തിയിരിക്കുകയാണ് ഗൈസ്. എന്താ പ്ലേസ്, എന്താ കാറ്റ്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നെക്ക് പീസും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വാങ്ങുമ്പോൾ എങ്ങനെ ഇരുന്ന ഫ്ലവറാണ്, ഇപ്പം എല്ലാം കൂടി വാടി ഒരു വിധമായിട്ട് ഒരുത്തനോട് ഫ്ലവർ പിടിക്കാൻ പറഞ്ഞിട്ട് മാല പോലെ ഇട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഹെയർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്തതാണ്. ഫ്ലവർ മര്യാദയ്ക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. നടക്ക്, അച്ചാച്ചൻ്റെ കൂടെ നടക്ക്. പോകുന്ന വഴിക്ക് പറ്റും പോലെയൊക്കെ നിതിൻ ജ്യൂസിന് ഞാൻ ഇങ്ങനെയൊക്കെ ട്രോളുന്നുണ്ട്. എന്നെ നോക്കൂ ഗൈസ്, ഞാനെല്ലാം കൂടി പടയപ്പ ലുക്കിലാണുള്ളത്. യാനൂനെ എടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീന് കണ്ട് ഞാൻ ചിരിച്ചു എത്തിയിട്ടുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണും ഒരുമാതിരി മുത്തുക്കൂടെയൊക്കെ പിടിച്ച് അന്തർജനങ്ങൾ പോകുന്നത്. അതുപോലെയാണ് എനിക്ക് ഈ സീന് കണ്ടപ്പോൾ. അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും തിരിച്ചു പോകാമെന്ന് എല്ലാവരും ഒരു വിത്തായിട്ടുണ്ട്. ചത്തു ഗൈസ്, ചത്തു 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 ചത്തു. അവസാനമാകുമ്പോഴത്തേക്ക് ഞാനൊരു പടയപ്പ ലുക്കായിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ വിശന്നിട്ട് എനിക്ക് നല്ല ആർക്കും കണ്ണ് കാണാത്തൊരവസ്ഥയും കൂടിയായിരുന്നു. അപ്പം നമ്മൾ ഇനി അടുത്തത് പാർക്കിങ്ങിലേക്ക് പോയിട്ട് വണ്ടി എടുത്തിട്ട് നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇവരെല്ലാവരും ഷൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് വേറെ എടുക്കാത്തതുകൊണ്ട് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതുമാത്രം ഈ ചൂടിന് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അൺസൈക്കബിൾ ആയിട്ടുള്ള കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹെയറും ചേഞ്ച് ചെയ്തു. പിന്നെ ആ ചെയിനും ഒക്കെ അഴിച്ചു വെച്ചു. പിന്നെ ഒന്നും നോക്കില്ല, നമ്മൾ നേരെ ടൗണ് പിടിച്ചു. എല്ലാവർക്കും ഒരേ ലക്ഷ്യം, ഫുഡടി. അങ്ങനെ അവസാനം നമ്മൾ ഒരു കടയിലെത്തിയിട്ട് ഞങ്ങൾ 5 പേരും ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനോ നല്ല ഉറക്കമായിരുന്നു. ഹോട്ടലിലെത്തിയപ്പോൾ മൂപ്പര് ഉണർത്തി ഫുഡൊക്കെ കൊടുത്തു. അപ്പം മൂപ്പര് ഹാപ്പി. അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ നോക്കൂ, ഹനുമാൻ മല പിടിച്ച് നിൽക്കുന്നൊരു സീനില്ലേ, അതുപോലെയാണ് ആൾ നിൽക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, അവന് ലെഗ് പീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ലെഗ് പീസ് അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല ബിരിയാണിയിൽ. അപ്പോൾ അവന് സ്പെഷ്യലായിട്ട് ലെഗ് പീസ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മളാരെങ്കിലും അത് എടുക്കും എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. കാരണം നമ്മളും അങ്ങനെയാണേ. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇയാനുവിനെയും കൊണ്ട് ഞാൻ പുറത്തു പോയിരുന്നു. അല്ലെങ്കിൽ പേളിക്ക് ഫുഡ് കഴിക്കൽ ടാസ്ക് ആയിരിക്കും അവനെ വെച്ചിട്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോരുത്തരെയായിട്ട് ഇറക്കി വിടൽ പരിപാടിയാണ്. ആദ്യമായിട്ട് ബിനീഷും ഫെജോ ആണ് പോകുന്നത്. അവർ ട്രെയിന് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. അടുത്തത് നിതിൻ ജ്യൂസിൻ്റെ ഊഴാണ്. അവൻ ട്രെയിനിലല്ലായിരുന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞത്, ബസ്സിൽ പോവുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് വടകര സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനെ നമ്മൾ വടകര സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. ഇനി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.